The news spread. Then grandfather stood up and went outside and called aloud. News വാർത്ത. Spread വ്യാപിക്കുക. Stood നിന്നു. Aloud ഉച്ചത്തിൽ അല്ലെങ്കിൽ ഉറക്കെ എന്നൊക്കെ അർത്ഥം. Then grandfather stood up. പിന്നെ മുത്തശ്ശൻ എഴുന്നേറ്റ് നിന്നു. And went outside പുറത്തോട്ട് പോയി. And called aloud എന്നിട്ട് ഉറക്കെ പറയാൻ തുടങ്ങി. കം രാജ കം. കം എന്ന് വെച്ചാൽ എന്താണ്? വരൂ. കം രാജ കം. രാജ തിരിച്ചു വരും. ഐ വോണ്ട് ബീറ്റ് യു. ബീറ്റ് അടിക്കുക. ഐ വോണ്ട് ബീറ്റ് യു. ഞാൻ ഇനി തന്നെ തല്ലില്ല. ബട്ട് ഐ ഡിഡ് നോട്ട് ആൻസർ ഹിം ഫോർ ഐ തോട്ട് ദാറ്റ് ഹി വുഡ് ബീറ്റ് മീ. ബട്ട് ഐ ഡിഡ് നോട്ട് ആൻസർ ഹിം. ബട്ട് പക്ഷേ ഐ ഡിഡ് നോട്ട് ആൻസർ ഹിം. ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. ഐ എന്ന് പറയുന്ന ഞാനെന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? രാജയാണ്. മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ വിളിച്ചിട്ടും രാജ മറുപടി ഒന്നും പറഞ്ഞില്ല. ഫോർ ഐ തോട്ട് ദാറ്റ് ഹി വുഡ് ബീറ്റ് മീ. ആ മുത്തശ്ശൻ തല്ലുമോ എന്ന് രാജ പേടിച്ചിരുന്നു. ഗ്രാൻഡ് മദർ വാസ് ആംഗ്രി ആൻഡ് സെഡ്. ആംഗ്രി ദേഷ്യം. ഗ്രാൻഡ് മദർ വാസ് ആംഗ്രി ആൻഡ് സെഡ്. മുത്തശ്ശി വളരെയധികം ദേഷ്യത്തിലായിരുന്നു. എന്നിട്ട് മുത്തശ്ശി പറയാണ്, ദേഷ്യത്തോടെ പറയാണ്, ഹി വോണ്ട് കം. അവൻ ഇനി വരില്ല. യു ഡ്രോ ഹിം എവേ. ഡ്രോ ഓടിച്ചു അല്ലെങ്കിൽ ഓടിച്ചു വിടുക എന്നൊക്കെ അർത്ഥം. യു ഡ്രോ ഹിം എവേ. നിങ്ങളാണ് അവനെ ഇവിടുന്ന് ഓട്ടിച്ചത് അല്ലെങ്കിൽ ഇവിടുന്ന് രാജ പോവാനുള്ള കാരണം നിങ്ങളാണ്. ഐ ഹേർഡ് യു സേ ദാറ്റ് യു വുഡ് ബീറ്റ് ഹിം ഇഫ് ഹി കെയിം ഹോം. മുത്തശ്ശി പറയാണ്, ഞാൻ കേട്ടു നിങ്ങൾ അവനെ തല്ലുമെന്ന്, രാജ ഇനി തിരിച്ചു വന്നാൽ നിങ്ങൾ രാജയെ തല്ലുമെന്ന് പറഞ്ഞത് ഞാൻ കേട്ടു. പുവർ ചൈൽഡ്. പുവർ പാവം. ചൈൽഡ് കുട്ടി. ഹീസ് അഫ്രൈഡ്. അഫ്രൈഡ് ഭയപ്പെടുക അല്ലെങ്കിൽ പേടിക്കുക എന്നൊക്കെ അർത്ഥം. ഓഫ് യു ആൻഡ് ഹാസ് റൺ എവേ. റൺ എവേ ഓടിപ്പോയി. പുവർ ചൈൽഡ് പാവം കുട്ടി. ഹീസ് എഫ്രൈഡ് ഓഫ് യു. അവൻ നിങ്ങളെ ഭയങ്കര പേടിയാണ്. ആൻഡ് ഹാസ് റൺ അവേ അതുകൊണ്ടാണ് അവൻ ഇവിടുന്ന് ഓടിപ്പോയത്. ഗ്രാൻഡ് ഫാദർ കോൾഡ് ദ സെർവൻസ് ആൻഡ് ആസ്ക്ഡ് ദം ടു ഗോ ഔട്ട് ആൻഡ് ലുക്ക് ഫോർ മീ. ഗ്രാൻഡ് ഫാദർ കോൾഡ് ദ സെർവൻസ്. സെർവൻസ് ജോലിക്കാർ. ഗ്രാൻഡ് ഫാദർ കോൾഡ് ദ സെർവൻസ് മുത്തശ്ശൻ അവിടുത്തെ ജോലിക്കാരെ വിളിച്ചു. ആൻഡ് ആസ്ക്ഡ് ദം ടു ഗോ ഔട്ട് ആൻഡ് ലുക്ക് ഫോർ മീ. എന്നിട്ട് അവരെ കൊണ്ട് പുറത്തു പോയി എന്നെ അന്വേഷിക്കാനായിട്ട് പറഞ്ഞു. ദേ വെന്റ് ഔട്ട് ബട്ട് ആഫ്റ്റർ എ വൈൽ റിട്ടേൺ ടു സേ ദാറ്റ് ദേ കുഡ് നോട്ട് ഫൈൻഡ് മീ. അവർ പുറത്തു പോയി കുറച്ചു നേരം കഴിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് എന്താ പറഞ്ഞേ? എന്നെ എവിടെയും കിട്ടിയില്ല, എന്നെ എവിടെയും കണ്ടില്ല, രാജ എവിടെയും കണ്ടില്ല എന്ന് പറഞ്ഞു. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ്. സ്റ്റാർട്ടഡ് ആരംഭിക്കുക. വീപ്പിംഗ് കരയുക. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ്. മുത്തശ്ശി കരയാൻ തുടങ്ങി. ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ടഡ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദ കോർട്ട്യാർഡ്. കോർട്ട്യാർഡ് മുറ്റം. ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ടഡ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദ കോർട്ട്യാർഡ്. മുത്തശ്ശൻ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ദ ന്യൂസ് ദാറ്റ് ഐ വാസ് മിസ്സിംഗ് സ്പ്രെഡ്. ന്യൂസ് വാർത്ത. മിസ്സിംഗ് കാണാതാവുക. സ്പ്രെഡ് പരക്കുക അല്ലെങ്കിൽ വ്യാപിക്കുക എന്നൊക്കെ അർത്ഥം. ദ ന്യൂസ് ദാറ്റ് ഐ വാസ് മിസ്സിംഗ് സ്പ്രെഡ്. ഞാൻ മിസ്സിംഗ് ആണ്, ഞാൻ കാണാതായി എന്നുള്ള ന്യൂസ് വാർത്ത അവിടെ എല്ലാവരുടെയും പടർന്നു, എല്ലാവരുടെയും സ്പ്രെഡായി. അവർ നൈബേഴ്സ് കെയിം ഫസ്റ്റ്, ദെൻ അവർ റിലേറ്റീവ്സ് ആൻഡ് ദെൻ അതേഴ്സ് ഹു ഹാഡ് ഹേർഡ് ദ ബാഡ് ന്യൂസ്. നൈബേഴ്സ് അയൽക്കാർ, അയൽവാസികൾ. റിലേറ്റീവ്സ് ബന്ധുക്കാർ. അതേഴ്സ് മറ്റുള്ളവർ. ബാഡ് മോശം അല്ലെങ്കിൽ ചീത്ത ന്യൂസ്, ബാഡ് ന്യൂസ് മോശം വാർത്ത. അവർ നൈബേഴ്സ് കെയിം ഫസ്റ്റ്. ആദ്യം ഞങ്ങളുടെ അയൽക്കാരാണ് വന്നത്. ദെൻ അവർ റിലേറ്റീവ്സ് പിന്നെ എൻ്റെ ബന്ധുക്കാർ വന്നു. ദെൻ അതേഴ്സ് ഹു ഹാഡ് ഹേർഡ് ദ ബാഡ് ന്യൂസ്. പിന്നെ ഈ ന്യൂസ് കേട്ടുകൊണ്ട് ഈ വാർത്ത കേട്ടുകൊണ്ട് മറ്റുള്ളവരും വന്നു. മെനി കെയിം ടു ഓഫർ ദെയർ സിമ്പതീസ് ടു ഗ്രാൻഡ് മദർ. സിമ്പതീസ് എന്താണ്? സഹതാപം. മെനി കെയിം
ടു ഓഫർ ദെയർ സിമ്പതീസ് ടു ഗ്രാൻഡ് മദർ. കൂടുതൽ പേരും എല്ലാവരും മുത്തശ്ശിയോടുള്ള സഹതാപം പ്രകടിപ്പിക്കാനാണ് വന്നത്. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് ദിസ്. പക്ഷേ ഈ ആൾക്കാർ വന്ന് സഹതപിക്കുന്നതൊന്നും മുത്തശ്ശന് അധികം ഇഷ്ടപ്പെട്ടില്ല. ഹി ഷൗട്ടഡ് എന്താണ്? ബഹളം വെക്കുക. നത്തിങ് ഹാസ് ഹാപ്പൻ ടു ദ ബോയ്. എന്നിട്ട് എന്താ പറയുന്നത്? എൻ്റെ നത്തിങ്, ഒന്നുമില്ല. ഹാപ്പൻഡ് സംഭവിക്കാം. ബോയ് പയ്യൻ. നത്തിങ് ഹാസ് ഹാപ്പൻ ടു ദ ബോയ്. കുട്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഹി ഈസ് ഹൈഡിങ് സംവർ. ഹൈഡിങ് ഒളിഞ്ഞിരിക്കുക. ഹി ഈസ് ഹൈഡിങ് സംവർ. അവൻ ഇവിടെ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട്. കാൺ സം ഓഫ് യു ഗോ ഔട്ട് ആൻഡ് ഫൈൻഡ് ഹിം ഇൻസ്റ്റെഡ് ഓഫ് വേസ്റ്റിംഗ് ടൈം ഹിയർ. കാൺ സം ഓഫ് യു ഗോ ഔട്ട് ആൻഡ് ഫൈൻഡ് ഹിം ഇൻസ്റ്റെഡ് ഓഫ് വേസ്റ്റിംഗ് യുവർ ടൈം ഹിയർ. ഇൻസ്റ്റെഡ് പകരം, വേസ്റ്റിംഗ് പാഴാക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളയുക. കാണ്ട് സം ഓഫ് യു ഗോ ഔട്ട് ആൻഡ് ഫൈൻഡ് ഹിം ഇൻസ്റ്റെഡ് ഓഫ് വേസ്റ്റിംഗ് യുവർ ടൈം ഹിയർ. ആർക്കെങ്കിലും പുറത്തുപോയി അവനെ ഒന്ന് തെരഞ്ഞൂടെ? വെറുതെ ഇവിടെ സമയം കളയുന്നതിനെക്കാട്ടിലും നല്ലത് പുറത്തുപോയി അവനെ രാജയെ തെരഞ്ഞൂടെ? പുറത്തുപോയി രാജയെ തെരഞ്ഞൂടെ എന്ന് ഗ്രാൻഡ് ഫാദർ ചോദിക്കുകയാണ്. സം ഓഫ് ദം വെന്റ് ഔട്ട് ടു സെർച്ച് ഫോർ മീ. വെന്റ് പോയി, ഔട്ട് പുറത്ത്, സെർച്ച് തിരയുക. സം ഓഫ് ദം വെന്റ് ഔട്ട് ടു സെർച്ച് ഫോർ മീ. കുറച്ച് പേര് എന്നെ അന്വേഷിച്ച് പുറത്തോട്ട് പോയി. മോർ ആൻഡ് മോർ പീപ്പിൾ കെയിം ആൻഡ് സൂൺ ദർ വാസ് എ ബിഗ് ക്രൗഡ്. മോർ ആൻഡ് മോർ പീപ്പിൾ ആൾക്കാർ, കെയിം വന്നു, സൂൺ പെട്ടെന്ന്, ബിഗ് വലിയ, ക്രൗഡ് ആൾക്കൂട്ടം അല്ലെങ്കിൽ ജനക്കൂട്ടം. മോർ ആൻഡ് മോർ പീപ്പിൾ കെയിം ആൻഡ് സൂൺ ദർ വാസ് എ ബിഗ് ക്രൗഡ്. കൂടുതൽ ആൾക്കാർ വന്ന് പെട്ടെന്ന് തന്നെ അവിടെ ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടായി. ബൈ നൗ ഗ്രാൻഡ് മദർ ഹാഡ് ലോസ്റ്റ് ഓൾ ഹോപ്പ് ഓഫ് സീയിങ് മീ അഗെയിൻ. ബൈ നൗ ഇപ്പോൾ, ലോസ്റ്റ് നഷ്ടപ്പെടുക, ഹോപ്പ് പ്രതീക്ഷ, സീയിങ് കാണുക, മീ അഗെയിൻ വീണ്ടും. ബൈ നൗ ഗ്രാൻഡ് മദർ ഹാഡ് ലോസ്റ്റ് ഓൾ ഹോപ്പ് ഓഫ് സീയിങ് മീ അഗെയിൻ. അപ്പോഴേക്കും മുത്തശ്ശിക്ക് എന്നെ വീണ്ടും കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ഷീ സ്റ്റാർട്ടഡ് ടെല്ലിംഗ് ദ പീപ്പിൾ വാട്ട് എ ഗുഡ് ബോയ് ഐ വാസ്. സ്റ്റാർട്ടഡ് തുടങ്ങുക, ടെല്ലിംഗ് പറയുക, ഗുഡ് ബോയ് നല്ല കുട്ടി. ഷീ സ്റ്റാർട്ടഡ് ടെല്ലിംഗ് ദ പീപ്പിൾ വാട്ട് എ ഗുഡ് ബോയ് ഐ വാസ്. മുത്തശ്ശി ആൾക്കാരോട് പറയാൻ തുടങ്ങി ഞാൻ നല്ലൊരു പയ്യനാണ് എന്ന് ആൾക്കാരോടൊക്കെ പറയാൻ തുടങ്ങി. ദ സെർച്ച് പാർട്ടീസ് റിട്ടേൺഡ് വിത്തൗട്ട് ഫൈൻഡിങ് മീ. റിട്ടേൺഡ് തിരിച്ചു വരിക. ദ സെർച്ച് പാർട്ടീസ് തിരയാൻ പോയ ആൾക്കാർ. ദ സെർച്ച് പാർട്ടീസ് റിട്ടേൺഡ് വിത്തൗട്ട് ഫൈൻഡിങ് മീ. എന്നെ അന്വേഷിച്ചു പോയവര് എന്നെ കാണാണ്ട് തിരിച്ചു വന്നു. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ് ലൗഡ്ലി. വീപ്പിംഗ് കരയുക, ലൗഡ്ലി ഒച്ചത്തിൽ. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ് ലൗഡ്ലി. മുത്തശ്ശി വളരെയധികം ഉറക്കെ കരയാൻ തുടങ്ങി. ദ വുമൺ ഇൻ ദ ക്രൗഡ് ഓൾസോ വെപ്റ്റ്. വുമൺ സ്ത്രീകൾ, വെപ്റ്റ് കരഞ്ഞു. വീപ്പ് എന്ന് പറഞ്ഞാൽ കരയുക, വെപ്റ്റ് അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ദ വുമൺ ഇൻ ദ ക്രൗഡ് ആൾസോ വെപ്റ്റ്. ആ ആൾക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീകളും കരയാൻ തുടങ്ങി. ദ സെർവൻസ് ഓഫ് ദ ഹൗസ് ജോയിൻഡ് ഇൻ ദ വെയിലിംഗ്. വെയിലിംഗ് വിലപിക്കുക. സെർവൻസ് ജോലിക്കാർ, ജോയിൻഡ് കൂടിച്ചേരുക. ദ സെർവൻസ് ഓഫ് ദ ഹൗസ് ജോയിൻഡ് ഇൻ ദ വെയിലിംഗ്. വീട്ടിലെ ജോലിക്കാരും കരച്ചിലിൽ പങ്കെടുത്തു. ദേ ഓൾ ആക്റ്റഡ് ആസ് ഇഫ് ഐ വർ ഡെഡ്. ഡെഡ് മരിക്കുക, ആക്റ്റഡ് അഭിനയിക്കുക. ദേ ഓൾ ആക്റ്റഡ് ആസ് ഇഫ് ഐ വർ ഡെഡ്. അവരെല്ലാവരും ഞാൻ മരിച്ചതുപോലെ, ഞാനെന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? രാജ മരിച്ചതുപോലെ അഭിനയിക്കാനായിട്ട് തുടങ്ങി. ഐ ഫെൽറ്റ് വെരി സോറി ഫോർ ഗ്രാൻഡ് മദർ. എനിക്ക് മുത്തശ്ശിയെ കണ്ടപ്പോൾ, ഈ ഒരു സാഹചര്യത്തിൽ കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. ഐ വാണ്ടഡ് ടു കം ഔട്ട്. എനിക്കിപ്പോൾ പുറത്ത് വരണം എന്ന് ആഗ്രഹമുണ്ട്. രാജയ്ക്കിപ്പോൾ എവിടെ? കൗഷഡിലാണ് അല്ലേ? കൗഷഡിൽ നിന്ന് തൊഴുത്ത് നിന്ന് പുറത്തോട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട്. ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ ഓഫ് സ്ട്രോങ് വിൽ. സ്ട്രോങ് വിൽ, ഇച്ഛാശക്തി, നല്ല ഇച്ഛാശക്തി. ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ ഓഫ് സ്ട്രോങ് വിൽ. ഗ്രാൻഡ് ഫാദർ മുത്തശ്ശൻ
നല്ല ഇച്ഛാശക്തിയുള്ള ഒരു മനുഷ്യനാണ്. ബട്ട് ഐ ന്യൂ ദാറ്റ് ഹി ടു ഫെൽറ്റ് വെരി സാഡ്. പക്ഷേ എനിക്ക് മനസ്സിലായി മുത്തശ്ശനടക്കം ഇപ്പോൾ വളരെയധികം ദുഃഖത്തിലാണ്. ഹി ഡിഡ് നോട്ട് ഹവർ ലൂസ് ഹോപ്പ്. പക്ഷെ എന്നാലും ആ സമയത്തും മുത്തശ്ശന് പ്രതീക്ഷ വിട്ടിട്ടില്ല. ഹി സ്റ്റുഡ് അപ്പ്, ടേൺഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അവർ ഫാമിലി ടെമ്പിൾ ആൻഡ് പ്രേഡ്. സ്റ്റുഡ് അപ്പ് എഴുന്നേൽക്കുക, ടേൺഡ് ഇൻ തിരിയുക, ഡയറക്ഷൻ ദിശ എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ഫാമിലി ടെമ്പിൾ കുടുംബ അമ്പലം, ആൻഡ് പ്രേഡ് പ്രാർത്ഥിക്കാം. ഹി സ്റ്റുഡ് അപ്പ്, ടേൺഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അവർ ഫാമിലി ടെമ്പിൾ ആൻഡ് പ്രേഡ്. മുത്തശ്ശൻ എഴുന്നേറ്റ് നിന്ന് കുടുംബ അമ്പലത്തിന്റെ ആ ദിശയിലോട്ട് നോക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹെൽപ്പ് മീ ഗോഡ്, ഹി സെഡ്. മുത്തശ്ശൻ പറയാണ്, ഹെൽപ്പ് മീ ഗോഡ്, എന്നെ സഹായിക്കൂ എന്ന് ദൈവത്തിനോട് പറയാണ്. ഗിവ് മീ മൈ ചൈൽഡ്, എൻ്റെ കുട്ടിയെ തിരിച്ചു തരൂ. ഐ വാണ്ട് ഹിം നൗ, എനിക്ക് അവനെ ഇപ്പോൾ വേണം. ഐ കനോട്ട് വെയിറ്റ് എനി ലോങ്ങർ, എനിക്ക് ഇനി അവനെ കാത്തിരിക്കാൻ പറ്റില്ല. ഹി ദെൻ സ്റ്റുഡ് സൈലന്റ് ഇൻ പ്രയേഴ്സ്, സൈലന്റ് നിശബ്ദമായി. ഹി ദെൻ സ്റ്റുഡ് സൈലന്റ് ഇൻ പ്രയേഴ്സ്, സൈലന്റ് ആയിട്ട് നിശബ്ദമായി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. മുത്തശ്ശൻ നിശബ്ദനായി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അറ്റ് ദാറ്റ് മൊമെന്റ് അങ്കിൾ റിട്ടേൺഡ്, മൊമെന്റ് നിമിഷം, റിട്ടേൺഡ് തിരിച്ചു വന്നു. അറ്റ് ദാറ്റ് മൊമെന്റ് അങ്കിൾ റിട്ടേൺഡ്, ആ ഒരു നിമിഷത്തിൽ അങ്കിൾ തിരിച്ചു വന്നു. ഹി ലേൺഡ് വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം. ഹി ലേൺഡ് പഠിച്ചു. ഇവിടെ എന്താണ് മനസ്സിലാക്കി എന്നാണ് അർത്ഥം. ഹാപ്പനിങ് സംഭവിക്കുക, ഹോം വീട്. ഹി ലേൺഡ് വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം. അങ്കിളിന് അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഹി ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ഗസ്ഡ് വേർ ഐ വാസ്. ഹി ലുക്ക്ഡ് അറൗണ്ട്, ഗസ് ഊഹിക്കുക, ഗസ്ഡ് അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, ഊഹിച്ചു. ഹി ലുക്ക്ഡ് അറൗണ്ട്, അങ്കിള് ചുറ്റും നോക്കാൻ തുടങ്ങി. ആൻഡ് ഗസ്ഡ് വേർ ഐ വാസ്, എന്നിട്ട് ഞാൻ എവിടെയാണ് എന്ന് അങ്കിള് ഊഹിച്ചു. ഹി കെയിം ടു ദ കൗ ഷെഡ് ആൻഡ് ആസ്ക്ഡ് മീ ടു കം ഡൗൺ. ഹി കെയിം ടു ദ കൗ ഷെഡ്, അങ്കിള് നേരെ തൊഴുത്തിലോട്ട് വന്നു. ആൻഡ് ആസ്ക്ഡ് മീ ടു കം ഡൗൺ, എന്നിട്ട് എന്നോട് ഇറങ്ങി വരാനായിട്ട് പറഞ്ഞു. ഐ കെയിം ഡൗൺ, ഞാൻ ഇറങ്ങി വന്നു. അങ്കിൾ ടുക്ക് മീ ഇൻ ടു ദ ഹൗസ്, അങ്കിള് എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയി. ഗ്രാൻഡ് ഫാദർ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് ഹിസ് പ്രയർ ആൻഡ് ടേൺഡ്. ജസ്റ്റ് ഫിനിഷ്ഡ്, ഇപ്പോൾ പൂർത്തിയാക്കിയതേ ഉള്ളൂ. ഫിനിഷ്ഡ് എന്താണ്? പൂർത്തിയാക്കുക. ഗ്രാൻഡ് ഫാദർ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് ഹിസ് പ്രയർ ആൻഡ് ടേൺഡ്. മുത്തശ്ശൻ, ഞാൻ ആ പോകുന്ന സമയത്ത് മുത്തശ്ശന്റെ പ്രാർത്ഥന കഴിഞ്ഞ് തിരിയുകയായിരുന്നു. ആസ് ഹി ഓപ്പൺ ഹിസ് ഐസ് ഹി സോ മീ സ്റ്റാൻഡിങ് ബിഫോർ ഹിം. സ്റ്റാൻഡിങ് നിൽക്കുക, ഓപ്പൺ തുറക്കുക, ഓപ്പൺഡ് അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, തുറന്നു. ഐസ് കണ്ണുകൾ. ആസ് ഹി ഓപ്പൺ ഹിസ് ഐസ് ഹി സോ മീ സ്റ്റാൻഡിങ് ബിഫോർ ഹിം. മുത്തശ്ശൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ മുന്നിൽ നിൽക്കുന്നതാണ് മുത്തശ്ശൻ കണ്ടത്. ഹി ടുക്ക് മീ അപ്പ് ഇൻ ഹിസ് ആംസ് ഇൻ ജോയ്, ഹഗ്ഡ് മീ ആൻഡ് സെഡ്, ഗോഡ് ഹേർഡ് മൈ പ്രയേഴ്സ് ആൻഡ് ഹാസ് ഗിവൺ യു ബാക്ക് ടു അസ്. ടുക്ക് മീ എടുക്കുക, ആംസ് എന്താണ്? കൈകൾ, ജോയ് സന്തോഷം, ഹഗ്ഡ് കെട്ടിപ്പിടിക്കുക. ഹി ടുക്ക് മീ അപ്പ് ഇൻ ഹിസ് ആംസ് ഇൻ ജോയ്. മുത്തശ്ശൻ എന്നെ സന്തോഷത്തിൽ കയ്യിലെടുത്തു. ഹഗ്ഡ് മീ കെട്ടിപ്പിടിച്ചു. ആൻഡ് സെഡ് എന്നിട്ട് പറഞ്ഞു, ഗോഡ് ഹെഡ് മൈ പ്രയേഴ്സ് ആൻഡ് ഹാസ് ഗിവൺ യു ബാക്ക് ടു അസ്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, അതുകൊണ്ടാണ് നിന്നെ എനിക്ക് തിരിച്ചു തന്നത്.